രണ്ടാം UPA സർക്കാർ നടപ്പാക്കിയ ആസിൻ കരാറിനെതിരെ CPM കേരളത്തിന്റെ തെരുവുകളിൽ മനുഷ്യച്ചങ്ങല തീർത്ത കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഇടതുപക്ഷത്തെ വികസന വിരോധികളെന്ന് പരിഹസിച്ചു. യഥേഷ്ടം ഇറക്കുമതിക്ക് അനുമതി നൽകുന്നതോടെ റബ്ബർ വില ഗണ്യമായി കുറഞ്ഞു. നേരത്തെ കിലോയ്ക്ക് 245 രൂപ വരെ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം ഏറ്റവും വലിയ പണപ്പെരുപ്പം നേരിടുമ്പോഴും 150-നടുത്താണ് റബ്ബറിന്റെ വില. ഈ റബ്ബർ വില ഇടിവിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആസിൻ കരാറിൽ ഒപ്പിട്ട കോൺഗ്രസ് തന്നെ. അപ്പോഴും താങ്ങുവില 180 രൂപയായി കേരളം റബ്ബർ കർഷകരെ ചേർത്തുപിടിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ രാജ്യത്തെ റബ്ബർ ഉപയോഗത്തിൽ 54% വർധനവുണ്ടായത്. പക്ഷേ ഇതിന്റെ യാതൊരു ഗുണവും നമ്മുടെ സാധാരണ റബ്ബർ കർഷകർക്ക് കിട്ടിയതേയില്ല. ആസിൻ കരാറിന്റെ ഫലമായി 1100% റബ്ബറിന്റെ ഇറക്കുമതിയിലുണ്ടായ വർധനവ്. കയറ്റുമതിയിലാണെങ്കിൽ 95% ഇടിവുമുണ്ടായി. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ 75% കേരളത്തിലാണെന്നിരിക്കെ ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന നടപടിയായി മാറി. ഇന്ന് രാജ്യത്ത് ആവശ്യമായ റബ്ബറിന്റെ 44% ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്യുകയാണ് കേന്ദ്രം. കേന്ദ്ര സർക്കാർ നയങ്ങൾ കാരണം റബ്ബർ സംസ്കരണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നതോടെ ഉൽപാദന ചെലവിന്റെ ഇരട്ടി സംസ്കരണത്തിന് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. റബ്ബർ ബോർഡിനെ നോക്കുകുത്തിയാക്കുന്ന 2023 കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബില്ല് കർഷകരുടെ ദുരിതം കൂടുതൽ രൂക്ഷമാക്കി. നമ്മൾ കണ്ടതാണ് ടയർ കമ്പനികൾ കോടിക്കണക്കിന് രൂപ BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ബോണ്ട് വഴി സംഭാവന ചെയ്തത്. കമ്പോളത്തിന് പകരം റബ്ബർ വില കമ്പനികൾക്ക് നിയന്ത്രിക്കുന്ന സംവിധാനത്തിനുള്ള കൈക്കൂലിയായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാം. ശരിക്കും റബ്ബർ കർഷകരെ വഞ്ചിക്കുകയാണ് ഈ കോൺഗ്രസും BJPയും. കുടിച്ച വെള്ളത്തിനും വിശ്വസിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ.